Hello everyone, welcome to GPod +1 Commerce and Humanities channel. It's me, Nafi. അപ്പോൾ നിങ്ങളുടെ മോഡൽ എക്സാം കഴിഞ്ഞു. നിങ്ങൾ സത്യസന്ധമായിട്ട് ആദ്യം കുറച്ച് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഹൗസ് യുവർ മോഡൽ എക്സാം? നിങ്ങളുടെ മോഡൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് അവസ്ഥ? നിങ്ങൾക്ക് വിചാരിച്ച പോലെ എഴുതാൻ പറ്റിയോ? ടഫായിരുന്നു? ഏതൊക്കെ സബ്ജക്റ്റ് ആയിരുന്നു ടഫായിട്ട് തോന്നിയത്? നിങ്ങൾക്ക് മോഡൽ എക്സാമിൻ്റെ ആൻസർ പേപ്പേഴ്സ് സ്കൂളിൽ നിന്ന് വാരി ചെയ്ത് കിട്ടിയോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ തിങ്കളാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ടോ? മോഡൽ എക്സാമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എന്തൊക്കെ സന്തോഷങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇനി സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നമ്മൾ സ്റ്റഡി പ്ലാനുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. ഡേറ്റ് നമ്മൾ കറക്റ്റ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ആദ്യം ഇതിനുള്ള ഉത്തരം കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കും കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുന്ന അടുത്ത കാര്യം, നിങ്ങളുടെ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 3-നാണ്. ഇനി വെറും 7 ദിവസം മാത്രമാണ് എന്തിനുള്ളത്, നിങ്ങളുടെ പബ്ലിക് എക്സാമിനുള്ളത്. വെറും 7 ദിവസം മാത്രമേ എന്തിനുള്ളൂ, നിങ്ങളുടെ പബ്ലിക് എക്സാമിനുള്ളൂ. അപ്പോൾ ഈ 7 ദിവസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ഡേയ്സ് ആണ്, വളരെ വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ്. കാരണം നിങ്ങൾ +1 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഈ 7 ദിവസം കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പലരും സ്കൂളിൽ പോകുന്നുണ്ടാവില്ല, വീട്ടിലിരുന്ന് പഠിക്കുകയായിരിക്കും. പഠിക്കുന്ന സമയം നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം. രാവിലെയും പഠിക്കണം, രാത്രിയും പഠിക്കണം കേട്ടോ. രാവിലെയും പഠിക്കണം, രാത്രിയും പഠിക്കണം. പഠിക്കുമ്പോൾ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. 1 അവർ പഠിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡേയ്സ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, ഡൗട്ടുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്. പേര് ഞാനിവിടെ എഴുതാം, nafi.edupod. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്ത് ഡൗട്ടുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്യുന്നത്, എനിക്കൊന്ന് മെസ്സേജ് അയക്കാം, നമുക്കത് എന്ത് ചെയ്യാം, അവിടെ ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഹൗ ടു സ്റ്റഡി എന്നുള്ളത് എനിക്ക് ആദ്യം പറയാനുള്ളത്, PYQs നന്നായിട്ട് റെഫർ ചെയ്യും. നമ്മൾ മോഡൽ എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ PYQs അതിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PYQs നന്നായിട്ട് റെഫർ ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് മനസ്സിലാക്കിയിട്ട് രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി 7 ദിവസം കഴിഞ്ഞ് നടക്കുന്ന പബ്ലിക് എക്സാം അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഉഷാറായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ +1ൻ്റെ മാർക്കും +2ൻ്റെ മാർക്കും കൂടി കൂട്ടിയിട്ടുള്ള മൊത്തം മാർക്കാണ് നിങ്ങൾക്ക് അവസാനം +2ൽ കിട്ടുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും +1 എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് മാർക്ക് കുറയ്ക്കാൻ പാടില്ല. നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ സിൻസിയറായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ലൊരു മാർക്ക് തന്നെ പബ്ലിക് എക്സാമിന് കിട്ടും. പിന്നെ പലരുടെയും ചോദ്യമാണ്, മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചെയ്യും. ഈ ഒരു ഡൗട്ട് ഒരുപാട് കുട്ടികളുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും എന്തായാലും റിപ്പീറ്റ് ചെയ്യില്ല, പക്ഷേ ഒരു 4, 5, 6 ചോദ്യങ്ങൾ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു 4, 5, 6 ചോദ്യങ്ങൾ അതേപോലെ എവിടെയും റിപ്പീറ്റ് ചെയ്യാറുണ്ട്, പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് അതേപോലെ പബ്ലിക് എക്സാമിന് ചോദിക്കാറുണ്ട്. മോഡൽ എക്സാമിന് ഒരു ടോപ്പിക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചു വിചാരിച്ചിട്ട് ആ ടോപ്പിക്ക്, ആ ക്വസ്റ്റ്യനെ നിങ്ങൾ ഒഴിവാക്കരുത്. ആ ക്വസ്റ്റ്യനും ആ ടോപ്പിക്ക് നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വേണം. കാരണം മോഡൽ എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് അതേപോലെ റിപ്പീറ്റ് ചെയ്ത് പബ്ലിക് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ചോദ്യമാണ്, ഒരു സ്റ്റഡി പ്ലാൻ തരുന്നു. യെസ്, സ്റ്റഡി പ്ലാനുമായിട്ട് ടീം എജ്യൂപോഡ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. അതിന് അപ്ഡേറ്റ് ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് കേട്ടോ. എജ്യൂപോഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്തോ, അതിൽ റിസോഴ്സസ് തുടങ്ങിയ ഭാഗത്തെ PYQസും കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ക്ലാസ് പെയ്ഡ് ആണ്. പക്ഷേ ഈ ആപ്പിലുള്ള റിസോഴ്സസ് എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾ എന്ത് ചെയ്തോ, എജ്യൂപോഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് റിസോഴ്സസ് നോക്കി പഠിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണ്ട ഒരു പ്രോപ്പർ പ്ലാനിങ് ആണ്. പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഡിസ്ട്രാക്ഷൻസിനോടും നോ എന്ന് പറയണം. ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഡിസ്ട്രാക്ഷൻസിന് നിങ്ങൾ മാറ്റി നിർത്തണം. കറക്റ്റായിട്ട് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മോഡൽ എക്സാം നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് പബ്ലിക് എക്സാമിന് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പ്രോപ്പറായിട്ടൊരു മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. കുഴപ്പമില്ല, അത് മോഡൽ എക്സാം അല്ലേ. പബ്ലിക് എക്സാമിന് ഈ ഒരാഴ്ച കിടക്കുകയാണ്. നിങ്ങൾക്ക് തെറ്റു പറ്റുന്നുള്ളൊരു ബോധം ഉണ്ടാവണം. നിങ്ങളുടെ മിസ്റ്റേക്ക് എവിടെയാണ് പറ്റുന്നുള്ളൊരു ബോധം ഉണ്ടാവണം. നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നങ്ങൾ വന്നതെന്നുള്ളൊരു ബോധം ഉണ്ടാവണം. അതനുസരിച്ച് നിങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും തിരുത്തിക്കൊണ്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ പബ്ലിക് എക്സാം നിങ്ങൾക്ക് ഉഷാറാവും. സോ ഇതേ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്കുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും +1കാർക്കുള്ള +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്കുള്ള മൊത്തം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നോട്ട്. ഇനി അങ്ങോട്ട് തിങ്കളാഴ്ച 3 ദിവസം ലൈവുകൾ ഉണ്ടാവും. ആ ലൈവിൻ്റെ നോട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ നോട്ട് കിട്ടാനായിട്ട് ഇപ്പം തന്നെ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിർബന്ധമായിട്ടും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിർബന്ധമായിട്ടും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. മോഡൽ എക്സാമിന് പറ്റിയ മിസ്റ്റേക്കുകളും കുറ്റങ്ങളൊക്കെ ഒന്ന് തിരുത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. നമുക്ക് ബാക്കി സംശയങ്ങളൊക്കെ അവിടെ ക്ലിയർ ചെയ്യാം. നന്നായിട്ട് പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. നിങ്ങളെ കൂടെ നമ്മളുണ്ട്. നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉഷാറായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.